ഒരു സെപ്പറേഷൻ ഇവിടെ സെപ്പറേഷൻ വേണം കുഞ്ഞുങ്ങൾ കയറി ഡ്രൈവറെ ശല്യപ്പെടും. അതുപോലെ തന്നെ ഇവിടെ വെൽ മെയിൻറ്റൈൻഡ് ആണ് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ വർഷാവർഷം നമ്മൾ ചാർജ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു. ഇത് നമ്മൾ എമർജൻസി എസ്കേപ്പ് വരേണ്ട സമയത്ത് യൂസ് ചെയ്യാനുള്ള ഹാമറാണ്. അവിടെ എഴുതിയിട്ടുണ്ട് യൂസ് ഹാമർ ഫോർ ബ്രേക്കിംഗ് വിൻഡോസ്. അപ്പോൾ അത് എവിടെയാണെന്ന് വെച്ചാൽ അത് തട്ടിപ്പൊട്ടിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. അതുപോലെ ഗ്ലാസ് ആയിരിക്കും, ആ ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് എസ്കേപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം നമ്മളുടെ GPS സംവിധാനത്തിൻ്റെ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ളത്. വളരെ അത്യന്താപേക്ഷിതമായിട്ട് നമ്മളിപ്പോൾ പറയുന്നതാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് മിറർ. ഈ ഫ്രണ്ടിൽ കൂടെ കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഡ്രൈവർക്ക് ഇത് കാണാൻ പറ്റില്ല. ഇതിന്റെ ഫ്രണ്ട് ഏരിയ ബ്ലൈൻഡ് സ്പോട്ടാണ്. വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലൈൻഡ് സ്പോട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിയർ വ്യൂ മിററും പുറത്തെ റിയർ വ്യൂ മിററും. പാരാബോളിക് മിറർ ആയിരിക്കണം. നമ്മുടെ കാറിലൊക്കെ പ്ലെയിൻ ആണ്. ഈ മിററിന്റെ പ്രത്യേകത ഫുൾ വ്യൂ ആണ്. അപ്പോൾ കുട്ടികളെ അത്യാവശ്യം എന്താണെന്നുള്ളതൊന്ന് വാച്ച് ചെയ്യാനും പുറകിൽ നിന്നും സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണുന്നതിനൊക്കെ പറ്റും. അപ്പോൾ ഈ മിററാണ് വാഹനത്തിൽ ഫിറ്റ് ചെയ്യേണ്ടത്. സാധാ മിററെ സുരക്ഷിതത്തിന് വിലക്കുള്ളായിരിക്കും. അപ്പോൾ ഷോർട്ട് കട്ട് രീതിയിൽ സാധാ മിറർ വെക്കും. അതായിരുന്നു ഈ മിറർ തന്നെ നിർബന്ധമായിട്ട് വെക്കാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്നുള്ളത് സെപ്പറേറ്റ് എഴുതി വെക്കണം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്. അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റിക്കർ എന്ന് പറയുന്നത് വൈറ്റ് കളറിലുള്ള സ്റ്റിക്കർ ആയിരിക്കും. സമയത്ത് ഇപ്പം എല്ലാ വണ്ടികളുടെയും വൈപ്പർ ബ്ലേഡുകൾ മാറുക. ചിലതൊക്കെ ആണെങ്കിൽ ഈ കമ്പി കടന്നിട്ട് ഗ്ലാസ് എറിഞ്ഞ് കാണാൻ പറ്റാത്ത വിധത്തില്ല. ചില വാഹനങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടുണ്ട്. പക്ഷേ ഇതിന് ചെറിയൊരു എമൗണ്ട് ആയിരുന്നു. പക്ഷേ ആ ഗ്ലാസ് മാറണമെങ്കിൽ 10,000-15,000 രൂപ ചിലവും. ഇതിനൊരു 300, 400, 800 ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂൾ ബസ്സിന് ഒന്ന് ഹെഡ്ലൈറ്റ് രാത്രി ഓടത്തില്ലെന്ന് പറയുന്നത്. രാത്രി ഓടേണ്ടി വന്നാൽ എനിക്കത് അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹെഡ്ലൈറ്റ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നല്ല ബീമാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാറ്ററി ടെർമിനൽസ് ഒന്ന് ലൂസ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പെട്രോളിയം ജെല്ലി അങ്ങനെയുള്ള സംഗതികൾ പുരട്ടി സൂക്ഷിക്കണം. പ്രോപ്പറായിട്ട് സാഹചര്യമുണ്ടെങ്കിൽ അത് ബെൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ലീ സ്പ്രിങ്ങുകളെല്ലാം ഒരേ അളവിൽ കറക്റ്റ് ചെയ്യണം. പിന്നെ ലൂബ്രിക്കേഷൻ കൊടുക്കേണ്ട എല്ലാ പോലും സാറ് ടെക്നിക്കലി കുറച്ചുകൂടെ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ സാറിനോട് പ്രത്യേകിച്ച് ഗ്രീസിങ് ചെയ്യേണ്ടടുത്ത് എല്ലാം ഗ്രീസ് ചെയ്യണം. അതുപോലെ ആ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് ഒരു ബ്രാക്കറ്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് ഒരു ബ്രാക്കറ്റ് ചെയ്യണം. അത് ഇൻ കേസ് ഇതിൻ്റെ സ്ലിപ്പ് ജോയിൻറ്റ് ഊരി കഴിഞ്ഞാൽ ഇത് കുത്തിയിട്ട് വണ്ടി മറിയാനോ അല്ല മറ്റൊരു അപകടം ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി അതിൽ ടച്ച് ചെയ്യാതെ ക്ലമ്പ് അതിൽ ചെയ്യണം. നമ്മൾ മറ്റു വണ്ടികളിലൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ കിറ്റ് ഉണ്ടാവണം. ഈ വാഹനത്തിൽ ഉണ്ട്. ഇത് നോക്കിയിട്ട് ഇതിന്റെ ഡേറ്റ് തീർന്നാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റിയിട്ട് പുതിയ സംഗതികൾ വെക്കുക. ചെറിയ മുറിവൊക്കെ കെട്ടി വെക്കാനായിട്ടുള്ള രീതിയിലുള്ളതാണ് പരിശോധന കാണേണ്ടത്. ഇപ്പോൾ ഈ വാഹനത്തിൽ 3 ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. ഞാൻ പലപ്പോഴും പറയും, ഞാൻ ഓൾറെഡി ഫയർഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് അത്യാവശ്യം കടുംപിടുത്തം പിടിക്കും. കാരണം ഇപ്പോൾ നിരവധി വാഹനങ്ങൾ അങ്ങ് കത്തുക. ഇത് ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുടെയും കയ്യിലില്ല. ഇത് നമുക്ക് ഉപയോഗിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയെങ്കിലും ഇത്തരത്തിൽ അത് ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസിലി എടുക്കുന്ന രീതിയിലല്ല. അത് സാറൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർ ഇതൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അതങ്ങനെയല്ല, എമർജൻസിയിൽ എടുക്കണം. അതപ്പോൾ ഇതെല്ലാം ഒന്ന് സാറൊന്ന് പരിശോധിക്കണം.